ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയാവോ? ഒരു ചീരയുടെ വെറൈറ്റിയാണ് കേട്ടോ. ഒരുപാട് നമ്മൾ സാധാരണ ചീരകളൊക്കെ കാണുന്ന പോലെ ഒരുപാട് കാണാൻ പറ്റില്ലെങ്കിലും ഇപ്പം നമുക്ക് കുറച്ചൊക്കെ കോമൺ ആയിട്ട് നാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ചീരയാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ അഗത്തിച്ചീര, അഗസ്തിച്ചീര അങ്ങനെയൊക്കെ പറയുന്ന ചീരയാണ്. അതിൻ്റെ ഇലകളായാലും പൂക്കളായാലും തൊലിയായാലും വേരുകളായാലും കായാണെങ്കിലും എല്ലാം നമുക്ക് ഔഷധ ഗുണം ഒരുപാട് നൽകുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആ ചീര ഏതാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ അഗത്തിച്ചീര എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ കൊലയായിട്ട് കിടക്കുന്നത്, ആ കളർ കോമ്പിനേഷനും ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളായാലും നല്ല നമ്മുടെ പുളിയിലയൊക്കെ കിടക്കില്ലേ, അതിനെക്കുറിച്ച് കുറച്ചും കൂടെ വീതിയുള്ള ഇല, നല്ല ഭംഗിയിലാണ്. ഇത് നമ്മളൊരു ചെറുമരമായിട്ട് വളരുന്നതാണ്. നമ്മൾ ഈ ഭംഗി മാത്രമല്ല, ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും എടുത്ത് പറയേണ്ടതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇലയായാലും പൂവായാലും കായായാലും ഒക്കെ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. ഇലകളും പൂക്കളും കായ്കളും ഒക്കെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജീവകം എ, അയൺ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കിളുന്ത്, ഒരുപാട് മൂക്കാത്ത ഇലകൾ, പൂക്കൾ, ഇതൊക്കെ നമുക്ക് ചെറിയൊരു കയ്പ്പരസം ഉണ്ടാവും. എങ്കിലും ആ ഒരു കയ്പ്പരസം കളയാനുള്ള കുറച്ച് വഴികളും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഇലകൾ നമുക്ക് അരിഞ്ഞിട്ട് തോരൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടല്ലോ, നിശാന്തത, അപ്പോൾ ഈ വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ കുറയാനായിട്ട് വളരെ നല്ല ഒന്നാണ് നമ്മുടെ ഈ അഗസ്തിച്ചീര എന്ന് പറയുന്നത്. ഈ ഒരു അഗസ്തിച്ചീര നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നമ്മളിത് തോരൻ വെച്ച് അല്ലെങ്കിൽ കറി വെച്ചൊക്കെ എങ്ങനെയായാലും അവരെ കഴിപ്പിക്കണം. കാരണം ഇത് പരിപ്പിട്ടൊക്കെ കറി വയ്ക്കാൻ, ഇതിൻ്റെ പൂവായാലും പരിപ്പൊക്കെ ഇട്ട് കറി വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. പൂ കൊണ്ട് ബജി ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നഴ്സറികളിൽ ഈ ചെടികളൊക്കെ അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ അഗസ്തിച്ചീര. അപ്പോൾ ഇത് വാങ്ങി വീട്ടിൽ വയ്ക്കുക. ഇപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സെസ്ബാനിയ ഗ്രാൻഡിഫ്ലോറ എന്നാണ്. ഇതിൻ്റെ 2 കളറുകൾ നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. വെള്ളയാണ് നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത്, കാരണം വെള്ള പൂക്കളുള്ളത്. ഇത് നമ്മൾ കുറച്ച് അത്രയും നമുക്ക് പരിചിതമായിട്ടുള്ള ഒന്നല്ല. ഇത് നല്ലൊരു റെഡ് കളർന്നിട്ടുള്ളൊരു റോസാണ്. ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് കിടക്കുന്നത് കാണാനായിട്ട്. അത് നമ്മൾ ഇത്ര വലിയ മരത്തിന് വലിയ ഹൈറ്റ് ഇല്ല. ഇതൊരു ചെറുമരമായിട്ടൊക്കെ വളരുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ ഇലകളാണെങ്കിലും പുളിയില പോലെ ഇരിക്കുന്നത്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് ഇതിൻ്റെ ഇല. ഇതിൻ്റെ ഇലയും അതേപോലെ തന്നെ പൂവും കായും ഒക്കെ തോരൻ വെച്ച് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇതിനൊരു ചെറിയ കയ്പ്പുണ്ടാവും. നമ്മൾ വെള്ളയാണെങ്കിലും ഈ ഒരു കളറാണെങ്കിലും നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. പൊതുവേ പറയുന്നത് വെള്ളയ്ക്കാണ് ഇതിനേക്കാട്ടിൽ കയ്പ്പ് കുറവെന്നാണ്. അപ്പോൾ ഇത് കയ്പ്പുണ്ടെങ്കിൽ തന്നെ കയ്പ്പരസം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമ്മളിതിൻ്റെ ഇല എടുക്കുമ്പോഴത്തേക്കും ഇലയെടുത്ത് ഒരു 5-10 മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ഒരുപാട് മൂക്കാത്ത ഇല എടുത്തിട്ട് 5-10 മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഉപ്പ് കുറയാനായിട്ട് വളരെ നല്ലതാണ്. തോരൻ വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ പൂക്കളായാലും ഇതിൻ്റെ ഈ ഒരു പച്ച തണ്ടുണ്ടല്ലോ, ഈ ഒരു പച്ച തണ്ട് കളഞ്ഞതിന് ശേഷം ഈ ഒരു പച്ചത്തണ്ടും അതേപോലെ തന്നെ ഇതിനകത്ത് ഇതും കളഞ്ഞതിന് ശേഷം ഈ ഇല എടുത്തിട്ട് നമ്മൾ തോരൻ വെച്ച് കഴിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഉപ്പ് പോകാനായിട്ട് ഈ തണ്ടൊക്കെ കളയുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഈ പച്ചത്തണ്ടിൻ്റെ ഭാഗത്തൊക്കെ നല്ല കയ്പ്പുണ്ടാവും പൂക്കൾക്ക്. അപ്പോൾ അതും നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. പിന്നെ ഇതിൻ്റെ കായ്കളാണെന്നുണ്ടെങ്കിൽ ഇതിൽ കായായിട്ടില്ല, കായായി വരുന്നതേ ഉള്ളൂ. കായാണെങ്കിൽ നമ്മൾ മൂത്ത കായ എടുക്കരുത്, ഇളത്ത കായ് നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇല നെയ്യിൽ വറുത്തെടുത്തിട്ട് നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ്. കണ്ണിൻ്റെ കാഴ്ച ശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ തൊലിയും വേരും ഒക്കെ നമ്മൾ പനി, അതുപോലെ തന്നെ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക്, വയറിളക്കം അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് തൊലിയും വേരും ഒക്കെ. പിന്നെ ഇതിൻ്റെ ഇലകൾ ആയുർവേദത്തിൽ ഇതിൻ്റെ ഇലകൾ അരച്ചിട്ട് അതിൻ്റെ ചാറെടുത്തിട്ട് നസ്യം ചെയ്യുന്നത് നമുക്ക് ശ്വാസം മുട്ടൽ, അതേപോലെ തന്നെ ജലദോഷം, സൈനസിൻ്റെ ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ ഇല എടുത്തിട്ട് നസ്യം ചെയ്യുന്നത്. പക്ഷെ നമ്മളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത്. നമ്മളൊരു ഡോക്ടറോട് അല്ലെങ്കിൽ ഒരു ആയുർവേദ വിദഗ്ധൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഇതിൽ നമുക്ക് വൈറ്റമിൻ എ കൂടാതെ വൈറ്റമിൻ ബി, സി ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറയാണ്. ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും, അതേപോലെ തന്നെ നമ്മൾ കയ്യിലൊക്കെ മുറിവുകൾ, അതേപോലെ തന്നെ ചൊറിച്ചിൽ, അങ്ങനെയൊക്കെ ആ വ്രണങ്ങളൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല അരച്ച് മഞ്ഞളും ഉപ്പും ചേർത്ത് അരച്ചിട്ട് ആ വ്രണത്തിൽ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം ആൻറ്റി മൈക്രോബയൽ ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാക്ടീരിയാസിനെയൊക്കെ അകറ്റി നിർത്താനായിട്ട് വളരെ നല്ല ഒരു ചെടിയാണ് നമ്മുടെ അഗസ്തിച്ചീര.
പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഒരുപാട് ആൾക്കാർക്ക് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർക്കുള്ളതാണ്. ഒരു 35 വയസ്സ് കഴിയുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുക, വെള്ളെഴുത്തുണ്ടാവുക, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ. അതുപോലെ തന്നെ കാഴ്ച, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം ഇങ്ങനത്തെ ചീരകൾ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് പ്രത്യേകിച്ച് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് പോലുള്ള, നിശാന്തത പോലുള്ള അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല അല്ലെങ്കിൽ പൂക്കളൊക്കെ തോരൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെ കുറയാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്ത് മരുന്ന് ഉപയോഗിക്കുമെങ്കിലും ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുക. ചിലപ്പോൾ ചില മരുന്നുകൾ, ചില പച്ചക്കറികൾ അല്ലെങ്കിൽ ചില ഭക്ഷണ സാധനങ്ങൾ, ചില മരുന്ന് കഴിക്കുന്നവർക്ക് അലർജി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിച്ച് ആയുർവേദ വിദഗ്ധൻ്റെ അടുത്തോ ഡോക്ടർമാരുടെ അടുത്തോ ചോദിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. പക്ഷേ ഇലക്കറികൾ കൂടുതലായിട്ടും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള പോഷകങ്ങളും അയണും കാൽസ്യവും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഇലകളൊക്കെ ആകുമ്പോഴത്തേക്കും ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ കഴിക്കുന്നത് ഒരു മിതമായ അളവിൽ മാത്രം കഴിക്കുക, ഓവറായിട്ട് കഴിക്കാതിരിക്കുക. അത് വയറിന് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അഗസ്ത്യച്ചീര ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ചിട്ടോ കഴിച്ചിട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിത് വെള്ളയുണ്ട്, ഈ ഒരു റോസ് കളർന്ന പിങ്കും ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ട് വെള്ളയാണ് കാണുന്നത്, ഇത് വളരെ റെയറായിട്ട് കാണുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ, അഗസ്ത്യച്ചീരയെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലോ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക.